അബുദാബി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1,00,000 ദിർഹം, അതായത് 23 ലക്ഷം ഇന്ത്യൻ രൂപയിലേറെ ഗ്രാൻഡ് പ്രൈസ് നേടിയ ഒരു ഫോട്ടോഗ്രാഫറാണ് നമ്മോടൊപ്പം ഉള്ളത്. തൃശ്ശൂർ കയ്പമംഗലം സ്വദേശി അൻവർ സാദത്ത്. എങ്ങനെയാണ് ഇത്രയും വിലയേറിയ ഒരു സമ്മാനം അൻവറിന്റെ കയ്യിലെത്തുന്നത്? കഷ്ടപ്പാടിന്റെ റിസൾട്ട് തന്നെയാണ്. എല്ലാവർക്കും ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആയിരിക്കും. നമ്മളൊരു 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ ട്രാവലിംഗ് കഷ്ടപ്പാട് സ്ട്രഗ്ലിങ്ങിന്റെ ഒരു റിസൾട്ടാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത് കിട്ടുന്നത്. കാരണം മസ്ജിദ് ആൻഡ് മോസ്ക് എന്നാണ് കാറ്റഗറി ഉണ്ടായത്. അപ്പോൾ വേൾഡിലെ റൗണ്ട് മസ്ജിദ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രീം പിക്ചർ തന്നെയാണ് എനിക്കിത് കിട്ടിയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ അതൊരു താജ്മഹലിന്റെ ചിത്രമാണ്. താജ്മഹൽ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരു നിർമ്മിതിയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് അൻവർ സമീപിച്ചത്? താജ്മഹലിൽ പള്ളിയുണ്ട്, ഒരു സൈഡിൽ പള്ളിയാണുള്ളത്. അപ്പോൾ താജ്മഹലിൽ ആ പള്ളിയിൽ വെള്ളിയാഴ്ച ഒക്കെ നിസ്കാരം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈദിൻ്റെ ടൈമിൽ അത് ഫുള്ളായിട്ട് കവറാവും. അപ്പോൾ അത് എടുക്കണമെന്ന് പരമാവധി ആഗ്രഹം ഉണ്ടാവും, ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് വേണം. അപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ആഗ്രയിലേക്ക് പോയിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ അത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ എടുത്ത് എന്നിട്ടാണ് നിസ്കാരം നിർവഹിച്ചത്. അപ്പോൾ അൻവർ എങ്ങനെയാണ് ഈ മത്സരത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്? ഞാൻ 2019 ലിസ്റ്റ് ചെയ്തപ്പോൾ ഗ്രാൻഡ് മോസ്കിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഗ്രാൻഡ് മോസ്കിൻ്റെ പെർമിഷൻ കിട്ടണം നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ. പെർമിഷന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ തെറ്റിയിട്ട് നമുക്ക് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഴുവൻ സമയ ഫോട്ടോഗ്രാഫറാണോ നാട്ടിൽ? അതെ, മുഴുവൻ സമയം ഫോട്ടോഗ്രാഫറാണ്. വെഡിങ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ വെഡിങ് കമ്പനി ഉണ്ട്, ഇത് ഉണ്ട്. പിന്നെ ട്രാവലിംഗ് ആണ് മെയിനായിട്ട്. ഇപ്പോൾ വലിയൊരു തുകയാണ് സമ്മാനമായിട്ട് കിട്ടിയത്. ഇതെങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വിനിയോഗിക്കാൻ തന്നെയാണോ തീരുമാനം? ഫോട്ടോഗ്രാഫിയിലെ ഇപ്പോൾ കുറേ സ്ട്രൈക്കുകൾ ഈ എക്യുപ്മെന്റ്സിന്റെ കുറവുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് നികത്തണം. പിന്നെ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇൻഷാല്ലാ. ഈ ഗ്രാൻഡ് പ്രൈസ് തന്നെ അടിച്ചു എന്ന് അറിയുമ്പോൾ അപ്പോഴത്തെ വികാരം എന്തായിരുന്നു? ആക്ച്വലി ഇവർ ഗ്രാൻഡ് പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതായത് 10 പേരിൽ ഒരാൾ നോമിനേറ്റർ ആണെന്ന് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ആക്ച്വലി കുംഭമേളയിലായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ കോള് ഒരെണ്ണം മിസ് കോൾ കണ്ടിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിട്ടുപോയി അതിൻ്റെ കാര്യം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത്, ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അവിടെ നിന്നാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ പോർട്ട്ഫോളിയോ കൊടുത്തിട്ട് ജോലിക്കാണെന്ന്. അപ്പോഴും ഞാനിത് കോമ്പറ്റീഷന് പങ്കെടുത്ത് വായിച്ച ഒന്നും ചിന്ത പോകണില്ല. അങ്ങനെ 5 മണിക്ക് നോമിനേറ്റഡ് ആയ എല്ലാ 10 ഫോട്ടോഗ്രാഫേഴ്സിനും അങ്ങോട്ട് പറഞ്ഞു. പരിപാടി 7 മണിക്കാണ്. അപ്പം അവർ അവിടെ ഇരുത്തി സ്റ്റേജിൻ്റെ അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. 2 LCD വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവർ നമുക്കറിയണമല്ലോ, മിനിസ്റ്ററിനോട് 10 സെക്കൻഡ് സംസാരിക്കാൻ പറഞ്ഞു ഫോട്ടോനെ കുറിച്ച്. നമുക്ക് അറിയണം ഏത് ഫോട്ടോ എന്ന് അറിയാണ്ട് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ടെൻഷനുണ്ട് എന്ത് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഓടിപ്പിച്ച് ഇവർ കാണിച്ച് ഇങ്ങനെ ഇതിൽ സ്ക്രീനിൽ. അപ്പം ഇങ്ങനെ ഗ്രാൻഡ് പ്രൈസ്. അതിന് മുന്നേ 2 ഫോട്ടോ അവിടെ എക്സിബിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ അടുത്തുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, ഇല്ലടാ ഒന്നും കിട്ടിയിട്ടില്ല, ഇത് എക്സിബിറ്റ് ചെയ്തേക്കണ്, ബാക്കി ഏത് ഫോട്ടോ അയച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആ ഫോട്ടോ സ്ക്രീനിൽ കാണിച്ച് ഗ്രാൻഡ് പ്രൈസ് വിന്നർന്ന് പറഞ്ഞിട്ട് ശരിക്കും അവിടെ നെട്ടി, കയ്യും കാലൊക്കെ തരിച്ച്. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതത് അൻവറിനും കൂടി ഉപകാരത്തിൽ വന്നേക്കാണ്. എന്തായാലും എല്ലാ ഡ്രീമുകളും ഇനിയും അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.